ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പറ്റിയ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറയാൻ പോണത്. ഇതിൽ ആദ്യം കണ്ടിരിക്കുന്ന നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആണ് ആദ്യത്തെ സ്കോളർഷിപ്പ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടായിരിക്കും ഈ വീഡിയോ മൊത്തമായിട്ട് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ സ്കോളർഷിപ്പ് ഇഷാൻ ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പാണ്. അത് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, അതായത് NER ആ റീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റത്തെ സ്കോളർഷിപ്പാണ് മെയിൻലി പറയാൻ പോണത്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ കാണാം സ്കീം ഓപ്പൺ ടില്ലെന്ന്, അതായത് 31 ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഈ സ്കോളർഷിപ്പിനെ പറ്റി അറിയാൻ പറ്റുമായിരിക്കും. PG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ രണ്ടാമത്തെ സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് സ്കോളർഷിപ്പ്. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ഞാനിതിവിടെ കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ എലിജിബിലിറ്റീസും എല്ലാ ക്രൈറ്റീരിയസും പറയുന്നുണ്ട്. ഈ സ്കോളർഷിപ്പിനെ പറ്റി നോക്കാനാണെങ്കിൽ ഇത് 31 ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്കീമിനെ പറ്റി പറയാം. ഈ സ്കീമിനെ പറ്റി പറയാനാണെങ്കിൽ 10 മാസത്തേക്ക് 15,000 വെച്ച് മന്ത്ലി കിട്ടുന്ന ഒരു സ്കീമാണ്. ഇത് 2 ഇയേഴ്സിന് ഹയർ സ്റ്റഡീസിന് പെർസ്യൂ ചെയ്ത സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. ഇത് വിത്തിൻ ഇന്ത്യ ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്ന സ്ഥലം. ഇതിൽ 30% സീറ്റ്സ് വുമൺ കാൻഡിഡേറ്റ്സിനാണ് അവർ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരെയും മെറിറ്റിൻ്റെ ബേസിലാണ്, അവരുടെ മാർക്സിൻ്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ എലിജിബിലിറ്റീനെ പറ്റിയിട്ട് പറയാം. ഇതിൻ്റെ എലിജിബിലിറ്റിയിൽ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് PG ഡിഗ്രി പ്രോഗ്രാമിന് അഡ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. ഓൾറെഡി PG എടുത്തവർക്ക് പറ്റിയ സ്കോളർഷിപ്പ് അല്ല ഇത്. സെക്കൻഡത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പോയിന്റിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ PG കമ്പോണൻറ്റിൻ്റെ ടൈമിൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. പിന്നെ വേറൊരു കണ്ടീഷൻ ഫോർത്തിൽ പറയണത് 30 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി എല്ലാ സ്കോളർഷിപ്പിലും വരുന്ന കാറ്റഗറി തന്നെയാണ്, അതായത് റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം മോഡിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡിൽ ഡിഗ്രി ചെയ്യുന്നവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി വേറൊരു കാര്യം എടുത്ത് പറയുന്നത്, ഏതൊരു നാഷണൽ സ്കോളർഷിപ്പ് ആണെങ്കിലും നമ്മൾ ഈ സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ വേറൊരു സ്കോളർഷിപ്പിന് നമ്മൾ എലിജിബിൾ ആവാനും പാടില്ല, അതിൽ ആക്സെപ്റ്റ് ചെയ്യാനും പാടില്ല ആ സ്കോളർഷിപ്പ്. അഥവാ നിങ്ങൾക്കത് കിട്ടിയിരുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തലാക്കണം, എന്നാലാണ് ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നിങ്ങൾ ഓൾറെഡി വേറൊരു സ്കോളർഷിപ്പ് ഇതിൻ്റെ കൂടെ വാങ്ങുന്നുണ്ടെന്ന് അവർ അഥവാ കാണുകയാണെങ്കിൽ നിങ്ങൾക്കിത് കട്ടായി പോകുന്നതാണ്. NSPയുടെ സൈറ്റിലെ എല്ലാ സ്കോളർഷിപ്പിലുള്ള മെയിൻ പ്രൊസീജിയറാണ് ആധാർ സീഡിങ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. ഇത് നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്ട്രിക്ട്ലി മെറിറ്റ് ബേസ്ഡ് തന്നെയാണ്. ഇനി അവർ ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിഫർ ചെയ്യുന്നത് ഇതിൽ പറഞ്ഞേക്കുന്നതാണ്. ഈ 4 കാറ്റഗറിയിലുള്ള കോളേജുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ASH കോഡ് വേണം. കോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് NSP പോർട്ടൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്, സെൻട്രൽ സെക്ടറൽ സ്കീം എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 തരം കാറ്റഗറീസ് ആൾക്കാർക്ക് അവർ സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. സെയിം പോലെ തന്നെയാണ് ഫാമിലി ഇൻകം കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്കോളർഷിപ്പിൻ്റെ അവാർഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോണേ. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫാമിലിയോ അതോ ഫ്രണ്ട്സോ ആരെങ്കിലും PG ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. 31 ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2 സ്കോളർഷിപ്പിൻ്റെയും. അപ്പോൾ അതിന് മുമ്പായിട്ട് അവരോട് അപ്ലൈ ചെയ്യാൻ പറയണം. ഇനി നമുക്ക് റേറ്റിനെ പറ്റി പറയാം. ഗ്രാജുവേഷൻ ലെവൽ കോഴ്സിന് ഫസ്റ്റ് 3 ഇയേഴ്സിലേക്ക് 12,000 പെർ ആനം ആണ് കൊടുക്കണേ. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ 20,000 പെർ
ആനുവൽ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കോഴ്സ് ചെയ്യുന്നവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ കോഴ്സ് ചെയ്യുന്നവർക്ക് 4th and 5th ഇയറിൽ 20,000 rupees കിട്ടുന്നതാണ് ആനുവലായിട്ട്. ഇനി അഥവാ ബിടെക് ചെയ്യുന്നവരാണെങ്കിൽ 12,000 per annum ഫസ്റ്റും സെക്കൻഡും തേർഡ് ഇയറിലും കിട്ടും. അത് കഴിഞ്ഞ് 4th ഇയറിൽ 20,000 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ 2 സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പിനെ പറ്റി അറിയേണ്ടതുണ്ടെങ്കിൽ NSP റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നാൽ പറ്റുന്നത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഈ സൈറ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഇൻഫോം ചെയ്യുക. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അവരെ അറിയിക്കുക. കൂടുതൽ NSP റിലേറ്റഡ് ആൻഡ് സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.